ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്യൂട്ടോറിയൽസിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ തലയിൽ എണ്ണ വെക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും എണ്ണ വെച്ച് കുളിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ശരിയായ രീതിയിലാണോ എണ്ണ തേക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ മുടിയുടെ ആരോഗ്യത്തിനും എല്ലാം വളരെ നല്ലതാണ് എണ്ണ. എണ്ണ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. നമ്മുടെ മുടിക്ക് ആവശ്യമായ ജലാംശം നൽകാനും അതുപോലെ ഡ്രൈനെസ് എല്ലാം മാറ്റി നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും എണ്ണ സഹായിക്കും. മാത്രമല്ല, എണ്ണയിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട്, അതുപോലെ ആന്റി ബാക്ടീരിയൽ, ആന്റി മൈക്രോബിയൽ, ആന്റി ഫംഗൽ, ആന്റി വൈറൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ഇവയൊക്കെ തലയിലെ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ്. നന്നായി ഓയിൽ മസാജ് ചെയ്താൽ നമുക്ക് താരൻ വരുന്നത് ഒരു പരിധി വരെ തടയാനും കഴിയും. അപ്പൊ നമുക്ക് കാണാം എങ്ങനെയാണ് ഓയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ആദ്യം നമ്മൾ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ചെറിയൊരു ചൂടോടെ എണ്ണ തേക്കുന്നതാണ് തലയോട്ടിക്കും തലമുടിക്കും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പ്ലേറ്റിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു. എന്നിട്ട് നമ്മൾ അതിൽ വെച്ചിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് എണ്ണ ചൂടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനുള്ളിലേക്ക് വേറൊരു പാത്രം ഇറക്കി വെച്ചിട്ട് നമ്മൾ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ശരിക്കും കാച്ചിയ എണ്ണയാണ്. ശരിക്കും പറഞ്ഞാൽ കാച്ചിയ എണ്ണ ചൂടാക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ചൂടാക്കിയിട്ടാണല്ലോ കാച്ചുന്നത്. അപ്പം പക്ഷേ ഇതിപ്പോൾ ഇവിടെ തണുപ്പ് കൂടുതലായതുകൊണ്ട് ഉറച്ചിരിക്കുന്നതുകൊണ്ട് എന്തായാലും ചൂടാക്കണം. അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് ഒന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കാച്ചിയ എണ്ണ ചൂടാക്കണം നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമായ എണ്ണ എടുത്ത് ചൂടാക്കുക. മുടിയുടെ നീട്ടവും ഒക്കെ അനുസരിച്ച് എന്തോരം വേണോ അതിനനുസരിച്ച് നമ്മൾ എടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ ഉരുക്കി വരുന്നുണ്ട്. എന്നിട്ട് ഇത് വേണം നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പൊ എണ്ണ തേക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ മുടി രണ്ടായിട്ടൊന്ന് പകുത്തെടുത്തിട്ട് നന്നായിട്ട് ചെടയെല്ലാം കളഞ്ഞ് ചീകണം. അല്ലെങ്കിൽ നമ്മൾ എണ്ണ തേക്കുമ്പോൾ മസാജ് ചെയ്യുമ്പോൾ ഒക്കെ വീണ്ടും ചെട കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെട കൂടുന്നത് ഒഴിവാക്കാം. നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ വിരൽത്തുമ്പില് ഇങ്ങനെ എടുത്തിട്ട് വകച്ചില് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ. പിന്നെ നമ്മൾ അടുത്ത സെക്ഷൻ മുടി എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ നന്നായിട്ട് തലയോട്ടിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ സെക്ഷൻ മുടി മാറ്റിയിട്ട് നന്നായിട്ട് തലയോട്ടിയിലേക്ക് എണ്ണ തേച്ച് പിടിപ്പിക്കണം. മുടിയിലേക്ക് ധാരാളം എണ്ണ വാരി തേച്ചുകൊണ്ട് നമുക്കൊരു പ്രയോജനം കിട്ടില്ല. ഇതുപോലെ നന്നായിട്ട് തലയോട്ടിയിലേക്ക് എണ്ണ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് കൊടുത്താലേ അത് മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ മുടിയുടെ ആരോഗ്യത്തിനും ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറേശ്ശെ മുടി എടുത്ത് മാറ്റി തലയോട്ടിയിലേക്ക് നന്നായിട്ട് എണ്ണ തൂത്ത് അതിൻ്റെ ഒപ്പം ചെറുതായിട്ടൊന്ന് മസാജും ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇപ്പുറ സൈഡിലും അങ്ങനെ ചെയ്യുക. ഇങ്ങനെ ഫുള്ള് ബാക്ക് സൈഡിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്യണം. പിന്നെ അതുപോലെ മുടിയിലും മുടിയുടെ അറ്റത്തും തുമ്പത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. മുടിയുടെ അറ്റത്ത് എണ്ണ തേച്ച് കൊടുക്കാൻ മറക്കരുത്, കാരണം മുടിയുടെ അറ്റം പൊട്ടിപ്പോകുന്നതിന് വളരെ നല്ലതാണ് ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ മുടിയുടെ എല്ലാ ഭാഗത്തും എണ്ണ ആക്കിയതിന് ശേഷം നമ്മൾ മസാജ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം നമ്മുടെ നെറുക് മുതൽ എല്ലായിടത്തേക്കും നന്നായിട്ട് എല്ലാ വിരലിന്റെയും തുമ്പ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. വളരെ പതുക്കെ ജെന്റിലായിട്ട് മസാജ് ചെയ്താൽ മതി. ഞാനിത് സ്പീഡിൽ ഇട്ടിരിക്കുന്നതന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു സർക്കുലർ മോഷനിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പൊ അതുവഴി നമ്മുടെ ഇവിടുത്തെ കോശങ്ങളെല്ലാം നന്നായിട്ട് ഉണർന്ന് പ്രവർത്തിച്ച് നമുക്ക് നന്നായിട്ട് മുടി വളരാനും അതുപോലെ മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ സഹായിക്കും. ഇങ്ങനെ 1-2 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം മുടി ഫുള്ള് ഫ്രണ്ടിലേക്ക് ഇടുക. നമ്മളിങ്ങനെ മുടി മുമ്പോട്ടിട്ട് തല കുനിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂടും, രക്തയോട്ടം കൂടി അതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷനും കൂടും. അതൊക്കെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. ഇങ്ങനെ കുനിഞ്ഞു നിന്ന് പുറകിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പതിയെ മസാജ് ചെയ്താൽ മതി, സാവധാനം സോഫ്റ്റായിട്ട് മസാജ് ചെയ്താൽ മതി. ഞാനിത് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നതാണ്. അങ്ങനെ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടും ഒരു 2-3 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ബാക്കിലോട്ട് ഇട്ടിട്ടും 2-3 മിനിറ്റ് മസാജ് ചെയ്യുക. ഏകദേശം 5 മിനിറ്റോളം മസാജ് ചെയ്യണം. എന്നിട്ട്
അത് കഴിഞ്ഞിട്ട് നമ്മൾ മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഒന്ന് ചീകണം. നമ്മൾ കുനിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് ഫ്ലോയും അതുപോലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുമല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചീകി കൂടെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ വളർച്ച കുറച്ച് വേഗത്തിലാക്കാനും കൂടി സഹായിക്കും. നമ്മളിങ്ങനെ ചീകുന്നതുകൊണ്ട് മുടിയിലെ ചെടയെല്ലാം മാറും. അപ്പോൾ കുളിക്കുന്ന സമയത്തും അധികം ചെട പിടിക്കാതിരിക്കാൻ സഹായിക്കും. ഇങ്ങനെ നന്നായി ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടവൽ എടുത്തിട്ട് നമ്മുടെ തോർത്തുണ്ടല്ലോ, അങ്ങനെ ഒരു ടവൽ എടുത്തിട്ട് നല്ല ചൂടുവെള്ളത്തിൽ മുക്കി ഒന്ന് പിഴിഞ്ഞിട്ട് അതുകൊണ്ടൊന്ന് കവർ ചെയ്ത് വെക്കണം, ഒരു ചെറിയൊരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു ടവൽ വെച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഈ ചെറിയൊരു ചൂട് കൂടി ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ തേച്ച എണ്ണയൊക്കെ കുറച്ചുകൂടി ഇറങ്ങി ചെന്ന് നമ്മുടെ മുടിയുടെ ഹെയർ ഫോളിക്കിൾസ് ഉണ്ടല്ലോ, മുടിയുടെ വേരിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മുടെ മുടിക്ക് നല്ലൊരു നറിഷ്മെന്റ് കൊടുക്കാൻ സഹായിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. ഇങ്ങനെ നന്നായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്ത് ഇതുപോലെ ഹോട്ട് വാട്ടറിൽ മുക്കിയ ഒരു ടവൽ കൂടി ചുറ്റിയിട്ട് നമ്മളൊരു 20 മിനിറ്റെങ്കിലും വെച്ചിരിക്കണം. കാരണം നമ്മൾ ചെയ്യുന്നതിന് കുറച്ച് ഫലം കിട്ടണമെങ്കിൽ കുറച്ച് സമയം വെക്കണം. അതുകൊണ്ടാണ് ഒരു 20 മിനിറ്റെങ്കിലും വെക്കണം എന്ന് പറയുന്നത്. 20 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റ് വരെ വെക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം. അപ്പൊ തല കഴുകുമ്പം എപ്പോഴും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് താളി ഉപയോഗിച്ച് തല കഴുകുന്നതാണ്. നമ്മുടെ ചെമ്പരത്തി ഇലയും പൂവും എല്ലാം കൂടി ഇട്ടിട്ട് ഉള്ള താളിയും അതിന്റെ കൂടെ കറ്റാർ വാഴയും കൂടി ഇട്ടാലും വളരെ നല്ലതാണ്. അതാണ് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഷാമ്പു പ്ലസ് കണ്ടീഷണർ ആണത്. പിന്നെ അല്ലാത്ത ഷാമ്പു ഉപയോഗിച്ച് കഴുകുക, കണ്ടീഷണർ കൂടി അപ്ലൈ ചെയ്യുക. ഇങ്ങനെ മിനിമം ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. എന്നാലാണ് നമ്മുടെ മുടിക്ക് നല്ലൊരു ആരോഗ്യം കരുത്തൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ മലയാളികൾ എല്ലാ ദിവസവും തലമുടി കഴുകുന്നവരാണ്. പക്ഷെങ്കിൽ ആഴ്ചയിൽ 3 തവണയൊക്കെ മുടി കഴുകിയാൽ മതിയെന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ ഇങ്ങനെ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്താൽ അതിനനുസരിച്ചുള്ളൊരു മാറ്റം നിങ്ങളുടെ മുടിക്ക് ഉണ്ടാകും. അപ്പൊ എല്ലാവരും ഇന്നു മുതൽ തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്ത് കഴുകാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്നായിട്ട് മുടി വളരാനും നല്ല ആരോഗ്യമുള്ള മുടി കിട്ടാനും ഇത് സഹായിക്കും. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ തല കഴുകുമ്പോൾ ഒരിക്കലും ചൂടുവെള്ളത്തിൽ കഴുകരുത്, പച്ചവെള്ളത്തിൽ മാത്രമേ കഴുകാവുള്ളൂ. കാരണം ചൂടുവെള്ളം ചെല്ലുന്നത് തലമുടിക്കും അതുപോലെ തലയോട്ടിക്കും അത് കൊള്ളില്ല. അതുപോലെ നമ്മുടെ തലയിൽ സോപ്പ് തേക്കരുത്. കാരണം സോപ്പ് തേച്ചാൽ അത് കൂടുതൽ ഡ്രൈ ആക്കും മുടിയും തലയോട്ടിയും. പിന്നെ മുടി തോർത്താൻ വേണ്ടി ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ എടുക്കുന്നതാണ് നല്ലത്. തോർത്തിനെക്കാട്ടിലും മുടിയിലെ വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കാൻ ഇത് സഹായിക്കും. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഉരയ്ക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടിയിൽ കെട്ടുകൂടാനും അതുപോലെ ഡ്രൈ ആവാനും വഴിയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഒപ്പി കൊടുത്താൽ മതി, മുടിയിലെ വെള്ളം നന്നായിട്ട് വലിഞ്ഞു കിട്ടിക്കോളും. പിന്നെ ചിലർ മുടി ഇങ്ങനെ കൊട്ടും. ഇങ്ങനെ ഒരിക്കലും കൊട്ടരുത് കേട്ടോ. കാരണം മുടിയുടെ അറ്റം പൊട്ടിപ്പോവും, അതുപോലെ മുടി പറഞ്ഞു പോകാനും വഴിയുണ്ട്. ഇതുപോലെ ഒന്ന് തോർത്തിയിട്ട് ടവൽ കൊണ്ട് മുടി ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. അപ്പം വെള്ളം ഉണങ്ങിക്കോളും. മാക്സിമം ഡ്രയർ ഒന്നും ഉപയോഗിക്കരുത്. ഡ്രയറൊക്കെ ഉപയോഗിക്കുന്നത് മുടിക്ക് കേടാണ്. മുടി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ചീകാവുള്ളൂ. ആദ്യം ചീകുമ്പം പല്ലകലമുള്ള ചീപ്പ് വെച്ച് ചീകി ചെട കളയുക, അല്ലെങ്കിൽ വിരൽ കൊണ്ട് ചെട കളയാം. എന്നിട്ടേ സാധാരണ ചീപ്പ് കൊണ്ട് മുടി ചീകാവുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഷാമ്പു ഒരിക്കലും ഡയറക്റ്റായിട്ട് തലയിൽ അപ്ലൈ ചെയ്യരുത്. നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ടേ ഉപയോഗിക്കാവൂ. നമുക്ക് തല കഴുകാൻ ആവശ്യമായ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഷാമ്പു ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അത് വെച്ചിട്ട് വേണം തല വാഷ് ചെയ്യാൻ. പിന്നെ നമ്മളെപ്പോഴും കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുന്നത് മുടിക്ക് കൊള്ളില്ല. മാക്സിമം നാച്ചുറൽ ഷാമ്പു ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ മുടിയെ നന്നായി കെയർ ചെയ്താൽ താരനും അതുപോലെ മുടി കൊഴിച്ചിലും എല്ലാം മാറി നല്ല അഴകും ആരോഗ്യമുള്ള മുടി നമുക്ക് സ്വന്തമാക്കാം.